ചുരിദാറും അടിവസ്ത്രങ്ങളും എല്ലാം നീക്കം ചെയ്യാൻ പറയും. തിരുവല്ലയിലെ സ്പായിൽ കൂട്ടബലാത്സംഗം. മരണസുബിൻ എന്ന ഗുണ്ടാത്തലവൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടാപിരിവിനെത്തിയതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കം ക്രൂരമായ കൂട്ടബലാത്സംഗത്തിൽ കലാശിക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് അതിജീവിത പറയുന്നത് എങ്ങനെയാണ്: ഒരു പേന കത്തി തൻ്റെ കഴുത്തിൽ വെച്ചു, എന്നിട്ട് ചുരിദാറും അടിവസ്ത്രങ്ങളും എല്ലാം നീക്കം ചെയ്യാൻ പറയുന്നു. മരണഭയത്താൽ അവർ അതിനെ അനുസരിക്കേണ്ടി വരുന്നു. അവരെ അതിനുശേഷം മസാജ് ബെഡിലേക്ക് തള്ളിയിട്ട് പീഡനം തുടങ്ങി. കൃത്യം നടക്കുമ്പോൾ അതിക്രൂരമായ പ്രവൃത്തികൾ തുടർന്നുകൊണ്ടിരുന്നു മേൽപ്പറഞ്ഞ ഗുണ്ട. ഇത് കേരളമെന്ന് വിശ്വസിക്കാൻ പാടുപെടും അല്ലേ? യു പിയിലും ബീഹാറിലും ഒക്കെ ഡെയിലി പത്രങ്ങളിൽ വരുന്ന ചില വാർത്തകളെയൊക്കെ അനുസ്മരിക്കുന്ന പോലെ. ആരാണ് ഈ മരണസുബിൻ? കാപ്പ ചുമത്തപ്പെട്ടിട്ടുള്ള ഒരു ഗുണ്ടാത്തലവനാണ്. ജില്ലയിലേക്ക് കയറാൻ പോലും പാടില്ല. അപ്പോൾ പിന്നെ അയാൾ എങ്ങനെ ഇത്ര സ്വതന്ത്രമായിട്ട് ജില്ലയിൽ കിടന്ന് കളിച്ച്? പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? അത് ചോദിക്കുക. കാര്യമുണ്ട്. ഈ ഗുണ്ടാപ്പണി എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള പണിയല്ല. അതിന് ഏറ്റവും ആദ്യം വേണ്ടത് പോലീസിൻ്റെ പിന്തുണയാണ്. അപ്പോൾ മരണസുബിനും ഇവിടെ കിട്ടിയത് തിരുവല്ല പോലീസിൻ്റെ പിന്തുണയാണ്. അല്ലെങ്കിൽ പിന്നെ അവൻ ഇത്രയും ധൈര്യം കാണിക്കുമോ? തിരുവല്ല പോലീസിലെ ചില ഏമാന്മാർ ഈ സ്പായിലെ സ്ഥിര വരിക്കാരാണെന്ന് ചില കിംവദന്തികളുണ്ട്. അപ്പോൾ ബലാത്സംഗം നടന്നതിന് 3 ദിവസം ശേഷം മാത്രം FIR ഇട്ടു. അതിശയോക്തിയില്ല. എത്ര അവഗണനയാണ് അല്ലെങ്കിൽ അലസമായ നിലപാടാണ് പോലീസ് ഇതിൽ കൈക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ ഗുണ്ടാ മന്ത്രികൾ എന്നൊക്കെ ഓമന പേരുള്ള മന്ത്രിമാരുടെ നാട്ടിലല്ലേ ഈ പോലീസുകാരുള്ളത്. അപ്പോൾ അവരെങ്ങനെ ആവണമെന്ന് നമ്മൾ ശഠിക്കേണ്ട കാര്യമുണ്ടോ? അണ്ണാൻകുഞ്ഞിനെ മരങ്ങേറ്റം പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ പോട്ടെ. ഇത്രയും ക്രൂരമായ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കാൻ വലിയ ഏമന്മാരെയൊന്നും ഇതുവരെ കണ്ടില്ല. എവിടെ എല്ലാവരും? അതിജീവിത സ്പാ തൊഴിലാളി ആയതുകൊണ്ടാണോ? അതോ അവർ മനുഷ്യ സ്ത്രീ അല്ലേ? അതോ അതിജീവിത ആത്മഹത്യ ചെയ്യാത്തതാണോ ഇനിയും കേസിന് ചൂടില്ലാത്തത്? കുറേ അണ്ണന്മാരുണ്ടല്ലോ, പുരുഷ കമ്മീഷനും സ്ത്രീ കമ്മീഷനും. ആരും ഒന്നും പ്രതികരിച്ച് കണ്ടില്ല. എത്ര പൈശാചികമാണ് നമ്മുടെ ഭരണവും ഭരണാധികാരികളും നിയമപാലകരും. സാധാരണക്കാരായ നമ്മൾക്കൊന്നും ജീവിക്കാൻ വഴിമുട്ടി നിൽക്കുകയാണ് ജീവിതമെന്ന് വേണം പറയാൻ. ഇനി എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. ഇലക്ഷൻ വരുന്നു, അടുത്ത ആളെ നമ്മൾ ജയിപ്പിച്ചു വിടുന്നു, ഇതേമാതിരി സംഭവങ്ങൾ പിന്നെയും തുടരുന്നു, നമ്മളിങ്ങനെ സംസാരിക്കുന്നു. താങ്ക് യു.